ഡിസംബർ 31 രാത്രി വയനാട്ടിൽ നടന്നൊരു ന്യൂ ഇയർ സെലിബ്രേഷനിൽ പാട്ടുപാടുവാനെത്തിയ ഗൗരി ലക്ഷ്മി എന്ന ഗായിക പാട്ടിനിടയിൽ തന്റെ വസ്ത്രം ഊരിയെറിഞ്ഞു. ലക്ഷ്മി അത് ചെയ്യുമ്പോൾ തനിക്കൊപ്പം സ്റ്റേജിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടികളും അതിനെ അനുകരിച്ചു. നിമിഷ നേരം കൊണ്ട് വാർത്താ പ്രാധാന്യമുള്ളൊരു വിഷയമായി ഇത് മാറി സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയുമായി. അതോടുള്ള ബന്ധത്തിൽ ഗൗരി ലക്ഷ്മിയുടെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റ് അതിങ്ങനെയാണ്: തുണി ഉരിയുന്നവൾ. എന്തിനാണ് തുണി ഉരിയുന്നത്? ജട്ടിയും ഊരാൻ മടിക്കില്ല. പാട്ടിന്റെ ആവേശത്തിലല്ല, മയക്കുമരുന്നടിച്ച് ബോധമില്ലാതെ മറ്റുള്ള കുട്ടികളെ ഈ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഇതാണ് പുതിയ തരം സ്വാതന്ത്ര്യം, പരസ്യമായി തുണി അഴിക്കുക. ഗൗരി ലക്ഷ്മി വലിയ വിമർശനത്തിലാണിപ്പോൾ. പാട്ടുപാടുന്നതിനിടയ്ക്ക് താൻ ഇട്ടിരിക്കുന്ന വേഷമൊന്ന് ഊരി വലിച്ചെറിഞ്ഞു. ഗൗരി ലക്ഷ്മി മാത്രമല്ല, ഒപ്പം നൃത്തം ചെയ്തിരുന്ന എല്ലാവരും ചേർന്ന് അത് തന്നെ ആവർത്തിച്ചു. അത് കണ്ട ജനങ്ങളുടെ അസ്വസ്ഥതയുടെ പ്രതികരണങ്ങളാണ് മുകളിൽ കണ്ടത്. സത്യത്തിൽ എന്തിനാണ് ഗൗരി ലക്ഷ്മി പാട്ടുപാടുന്നതിനിടയ്ക്ക് ഈ വിധേന മേൽവസ്ത്രം ഊരിയെറിയുന്നത്? എന്താണ് അതിന്റെ പിൻപിലെ പൊളിറ്റിക്സ്? ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനൊന്നിനെ പറ്റി? ഇല്ലെങ്കിൽ കേട്ടോളൂ. ശരീരത്തെ നിയന്ത്രിക്കുന്ന സാമൂഹിക നിബന്ധനകൾക്കെതിരായ പ്രതിഷേധമാണ്. സ്ത്രീ ശരീരത്തെ മര്യാദ എന്ന പേരിൽ കെട്ടിവെക്കുന്ന സംസ്കാരത്തോടുള്ള ചോദ്യമുയർത്തലാണത്. സ്റ്റേജിൽ സ്ത്രീ എന്നും സുരക്ഷിതമായി പെരുമാറണം എന്ന പ്രതീക്ഷ തകർക്കലാണത്. അല്ലെങ്കിലും സ്ത്രീയുടെ ശരീരം എപ്പോൾ, എങ്ങനെ, എത്ര വരെ ദൃശ്യമാകണം എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം അത് സമൂഹത്തിനല്ല, സ്ത്രീക്ക് തന്നെയാണുള്ളത്. അതിനാൽ ഇതൊരു ബോഡി പൊളിറ്റിക്സ് ആണ്. വസ്ത്രം ഒരു സാംസ്കാരിക നിയന്ത്രണമാണെന്നും അത് അഴിച്ചെറിയുന്നത് ആ നിയന്ത്രണത്തോടുള്ള വെല്ലുവിളിയാണെന്നും പറയുന്ന രാഷ്ട്രീയം. ആ പൊളിറ്റിക്സ് മനസ്സിലാകാത്തവരാണ് അതിനെ അസ്വസ്ഥതയോടെ കാണുന്നത്. ഇത്തരത്തിൽ അതിനെ തുണി ഉരിയുന്നവൾ എന്നൊക്കെ അശ്ലീലമായി തന്നെ പറയുന്നത്. നോക്കൂ, ഇവിടെ ഈ തുണി ഉരിയുന്നവൾ ഒരിക്കലും ഒരു അശ്ലീലമല്ല. കാരണം അവൾ ഇവിടെ ഉരിയുന്നത് തുണിയല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി സ്ത്രീ ശരീരത്തിന്റെ മേൽ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന സകല നിയന്ത്രണങ്ങളെയുമാണ്. അതാണ് അവളുടെ രാഷ്ട്രീയം. ന്യൂ ഇയർ പ്രോഗ്രാമിന് പാട്ടുപാടുവാൻ വേണ്ടി വന്ന സ്റ്റേജിൽ വെച്ച് പരസ്യമായി പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉടുവസ്ത്രം അഴിച്ച് എയറിലേക്ക് എറിഞ്ഞുകൊടുത്ത ആ സ്ത്രീയുടെ ഈ അശ്ലീല പ്രകടനത്തിനെതിരെ സമൂഹ മനസാക്ഷി അതിശക്തമായി പ്രതികരിക്കുകയാണ്. അതിന് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റാണ് മുൻപ് വായിച്ചത്. ഇന്ത്യയിലെ കലാവേദികളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, സംഗീതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം അത് പുതിയതല്ല. കവിതയും പാട്ടും നാടകവും സിനിമയും എല്ലാം ഒരു കാലത്ത് സാമൂഹിക അനീതിക്കെതിരെ ഉയർന്നു നിന്നിരുന്ന ശബ്ദങ്ങളായിരുന്നു. എന്നാൽ ചോദ്യം ഇതാണ്: എല്ലാ പ്രതിഷേധങ്ങളും എല്ലാ വേദികളിലും യോജിച്ചതാണോ? എല്ലാ രാഷ്ട്രീയ പ്രകടനങ്ങൾക്കും പുരോഗമനം എന്ന ലേബൽ വെക്കുന്നതും ശരിയാണോ? കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ന്യൂ ഇയർ ആഘോഷ പരിപാടിയിൽ ഗായിക ഗൗരി ലക്ഷ്മി നടത്തിയ ഒരു പ്രകടനം അത് നമ്മുടെ സമൂഹത്തെ രണ്ട് ദിശകളിലേക്ക് വിഭജിച്ചിട്ടുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് ഇത് സ്ത്രീ ശരീരത്തെ നിയന്ത്രിക്കുന്ന സംസ്കാരത്തോടുള്ള ധീരമായ പ്രതിഷേധമാണ്, വെല്ലുവിളിയാണ് എന്നാണ്. മറ്റൊരു കൂട്ടർ പറയുന്നത് കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടെ ആയിരങ്ങൾ കൂടിയ ഒരു പൊതുവേദിയിൽ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ഒരു അശ്ലീല പ്രകടനം അത് വേണമായിരുന്നോ എന്നുള്ളതാണ്. ഈ രണ്ട് പ്രസ്താവനകൾ ചർച്ചയായി മാറിയപ്പോൾ അതേക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറയണം എന്ന് തോന്നി. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആരെയും അധിക്ഷേപിക്കുന്നില്ല, ആരെയും മഹത്വവൽക്കരിക്കുന്നുമില്ല. പകരം ഈ പൊതുവേദിയിൽ വസ്ത്രം ഊരിയെറിഞ്ഞ രാഷ്ട്രീയം അത് ന്യായീകരിക്കാവുന്നതാണോ എന്ന് ചോദിക്കുക, അത്രമാത്രമേ ഉള്ളൂ. ഇവർ പറയുന്നു ഇത് ബോഡി പൊളിറ്റിക്സ് ആണ് എന്ന്. വാസ്തവത്തിൽ ഈ ബോഡി പൊളിറ്റിക്സ് എന്നാൽ എന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സംഭവത്തെ ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. അവർ പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീ ശരീരം അത് നൂറ്റാണ്ടുകളായി മര്യാദ, അച്ചടക്കം, ശീലങ്ങൾ, കുടുംബ ബഹുമാനം, സംസ്കാരം എന്നിവയുടെ പേരിൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്ത്രീ എന്ത് ധരിക്കണം, അവളുടെ ശരീരം എത്രത്തോളം പ്രദർശിപ്പിക്കണം, എന്തെല്ലാം പ്രദർശിപ്പിക്കാൻ പാടില്ല, ഇതെല്ലാം ഈ സമൂഹം മുന്നമേ കൂട്ടി തീരുമാനിച്ചു വെച്ചതാണ്. മാറുന്ന കാലഘട്ടത്തിൽ അത്തരം പഴഞ്ചൻ ചിന്താഗതികളെ ഒരു തരത്തിൽ ന്യായീകരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അതിനെതിരെ ഉയരുന്ന രാഷ്ട്രീയമാണ് ബോഡി പൊളിറ്റിക്സ്. വസ്ത്രം എന്നുള്ളത് ഒരു സാംസ്കാരിക നിയന്ത്രണമാണ്. അത് അഴിച്ചെറിയുന്നത് ആ നിയന്ത്രണത്തോടുള്ള ധീരമായ വെല്ലുവിളിയാണ്. ഇങ്ങനെ പോകുന്നു ന്യായീകരണ തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ. ഇത് ലോകവ്യാപകമായി നോക്കിയാൽ പുതുമയുള്ളൊരാശയമൊന്നുമല്ല. ഫെമിനിസ്റ്റ് കലാപ്രസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഇതിനു മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു നിർണായക ചോദ്യം ഉയരുന്നുണ്ട്: ആ രാഷ്ട്രീയം ഏതു വേദിയിലാണ് അവതരിപ്പിക്കേണ്ടിയിരുന്നത്? ആ വേദി ആരെല്ലാം ഉൾപ്പെടുന്നതായിരിക്കണം? വയനാട്ടിൽ ഗൗരി ലക്ഷ്മി വസ്ത്രം ഊരി എറിഞ്ഞു എന്ന് പറയുന്ന വേദി അതൊരു ആർട്ട് ഗാലറി അല്ല, അതൊരു ഫെമിനിസ്റ്റ് കൂട്ടായ്മയല്ല, ഫെമിനിസ്റ്റ് കോൺഫറൻസ് അല്ല, പ്രായപൂർത്തിയായവർക്കുള്ള ഒരു ക്ലോസ്ഡ് ഈവൻറ്റുമല്ല. ഇത് നടന്നത് ഒരു ന്യൂ ഇയർ സെലിബ്രേഷനിലായിരുന്നു. പതിനായിരങ്ങൾ പങ്കെടുത്ത ഒരു പൊതുപരിപാടി. കുട്ടികൾ, കുടുംബങ്ങൾ, പ്രായമായവർ എല്ലാം ഉൾപ്പെടുന്നൊരു വേദി.
ഇവിടെ ഈ ഒരു പ്രകടനം ഏത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പുരോഗമനം എന്നുള്ളത് സന്ദർഭം മറന്ന് എന്തും ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് അല്ല. അതൊക്കെ പ്രകടിപ്പിക്കുവാൻ അതിൻ്റെതായിട്ടുള്ള വേദികൾ ഉണ്ടാവണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വഴിയിൽ രോഗബാധിതനായി വീണുപോകുന്ന ഒരു ഹൃദ്രോഗിയെ വഴിയിൽ വെച്ച് കണ്ടെത്തുന്ന ഒരു ഡോക്ടർ എമർജൻസി ആയിട്ട് അയാൾക്ക് സർജറി ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആശുപത്രി വരെ എത്താനുള്ള സമയമില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ വഴിയരികിൽ വെച്ച് തന്നെ അങ്ങ് ശസ്ത്രക്രിയ നടത്തിയേക്കാം എന്ന് തീരുമാനിച്ച് അങ്ങനെ ശസ്ത്രക്രിയ ചെയ്താൽ അത് ശരിയാകുമോ? ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് നടത്തേണ്ട ശസ്ത്രക്രിയ റോഡിൽ വെച്ച് ചെയ്താൽ അത് കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇവിടെ പറയുന്ന ഈ രാഷ്ട്രീയവും. വേദി മാറിയാൽ അതിൻ്റെ അർത്ഥം മാറും. വസ്ത്രം ഊരിയെറിയാനുള്ള സ്വാതന്ത്ര്യം ഗൗരി ലക്ഷ്മിക്ക് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉണ്ടാവാം. എന്നാൽ സന്ദർഭം മാറിയാൽ അത് അശ്ലീലമായി മാറും. സ്വാതന്ത്ര്യം എന്നുള്ളത് എന്തും ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല. സ്വാതന്ത്ര്യം ഒരു വിധത്തിൽ ഉത്തരവാദിത്തമാകണം. ഗൗരി ലക്ഷ്മിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇത് അശ്ലീലമല്ല, അവൾ ഊരിയെറിഞ്ഞത് തുണിയുമല്ല, മറിച്ച് സമൂഹത്തിന്റെ നിയന്ത്രണങ്ങളാണ് എന്നാണ്. ഈ വാക്കുകൾ സൈദ്ധാന്തികമായി കേൾക്കാൻ മനോഹരമാണ്, കാവ്യാത്മകമാണ്, ഫേസ്ബുക്കിലൊക്കെ എഴുതാൻ കൊള്ളാം. പക്ഷേ നിങ്ങൾ ഊരിയെറിയുന്നത് സിദ്ധാന്തമല്ല, ഉടുവസ്ത്രം തന്നെയാണ്. അവിടെ ബോധവൽക്കരണ ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല, ഫെമിനിസ്റ്റ് തിയറികളുമില്ല. ആകെയുള്ളത് നഗ്നമായ ദൃശ്യാനുഭവങ്ങൾ മാത്രമാണ്. കാഴ്ചക്കാരോ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ 90 വയസ്സുവരെയുള്ള വൃദ്ധ ദമ്പതികൾ വരെ. അവിടെ ആരോടാണ് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞത്? 8 വയസ്സുള്ള കുട്ടിയോടാണോ അതോ കുടുംബങ്ങളോടാണോ? അവിടെ നിങ്ങളെ കാണുവാൻ വേണ്ടി തടിച്ചുകൂടിയ പ്രേക്ഷകരിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും നിങ്ങൾ ഈ പറയുന്ന പൊളിറ്റിക്സ്, നിങ്ങളുടെ സിദ്ധാന്തം അതെന്താണെന്ന് അറിയുന്നവരാണോ? ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് ഈ ബോഡി പൊളിറ്റിക്സ് ഏത് തരത്തിലാണ് നിങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുക? പല വിനോദ പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ഒരു 10 വയസ്സുകാരൻ അക്ഷരാർത്ഥത്തിൽ ഇത് കാണുമ്പോൾ ഞെട്ടുമോ അതോ കൊള്ളാം, കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്ന് ചിന്തിച്ച് കൈയടിക്കുമോ? കുടുംബമായി ജീവിക്കുന്ന പല ആൾക്കാരും ഇങ്ങനെ ഒരു കലാപരിപാടി കാണുവാൻ അവിടേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ മറ്റൊരു കലാപരിപാടി കൂടി അവിടെ നടക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകുമോ? ഇവിടെ പ്രധാനമായും ചൂണ്ടിക്കാട്ടുവാനുള്ളത് കലാകാരന്റെ അല്ലെങ്കിൽ കലാകാരിയുടെ ഉദ്ദേശശുദ്ധിയേക്കാൾ ഉപരിയായി പ്രേക്ഷകന്റെ അനുഭവം എന്താണ് എന്നുള്ളതാണ്. ആ രീതിയിൽ അതിനെ കണക്കാക്കുവാനും അങ്ങനെ പ്രതികരിക്കുവാനും കഴിയുന്നില്ല എങ്കിൽ അത് പ്രകടന സ്വാതന്ത്ര്യമല്ല, പ്രേക്ഷകരുടെ മേലുള്ള അടിച്ചമർത്തലായിട്ടാണ് മാറുന്നത്. ഇവിടെ മറ്റൊരു അപകടകരമായ പ്രവണത കൂടി കാണാം. പൊതുവേദിയിൽ വെച്ച് 10,000-ങ്ങളെ സാക്ഷി നിർത്തി ഒരു സ്ത്രീ വസ്ത്രം ഊരിയെറിയുന്നു. തുടർന്ന് അതിനെതിരായി വിമർശനം ഉയരുമ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം വസ്ത്രം ഊരിയെറിഞ്ഞതല്ല, അതിൻ്റെ പിൻപിലുള്ള രാഷ്ട്രീയം എന്ത് എന്ന് ചിന്തിക്കുവാൻ ബോധമില്ലാത്ത ജനങ്ങളാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം. അതാണ് രസകരം. അവർക്ക് പുരോഗമനം എന്തെന്നറിയില്ല. അവർ പഴഞ്ചൻ ചിന്താഗതിക്കാരാണ്. ലോകബോധം കുറച്ചുകൂടി ആവശ്യമാണ്. കാലം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടക്കിണറ്റിലെ തവളകളായി നിങ്ങൾ ചത്ത് മണ്ണടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു സമൂഹം ഇല്ലാതായെങ്കിൽ മാത്രമേ ഈ നാട് രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ആക്ഷേപം കൂടി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നവരെ സാംസ്കാരിക ഫാസിസ്റ്റുകൾ എന്ന് മുദ്ര കുത്തുകയാണ്. അത് പുരോഗമനമല്ല, അത് നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള നടപടിയാണ്. പുരോഗമനം എന്നുള്ളത് ജനങ്ങളെ അവഹേളിക്കുന്നതല്ല, അവരെ ബോധമില്ലാത്തവർ എന്ന് മുദ്ര കുത്തുന്നതല്ല. യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ പുരോഗമനം എന്ന് വെച്ചാൽ സംവാദത്തിലൂടെ മുൻപോട്ട് പോകുന്നതാണ്, ചോദ്യങ്ങളെ സ്വാഗതം ചെയ്യുന്നതാണ്. ഇത്തരം ശബ്ദങ്ങളെ പ്രതിപക്ഷ ബഹുമാനത്തോടെ പരിഗണിക്കുകയും സഭ്യമായി മറുപടി പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്ത്രീക്ക് തൻ്റെ സ്വന്തം ശരീരം, അതിൽ പൂർണ്ണ അധികാരം ഉണ്ടാകണം. അതിനൊപ്പം തന്നെ ഒരു കലാകാരി പൊതുവേദിയിൽ കാട്ടേണ്ട ഒരു പൊതു ഉത്തരവാദിത്തമില്ലേ? അതിന് പച്ച മലയാളത്തിൽ ഒരു സമൂഹത്തെ മാനിക്കുക എന്നൊക്കെ പറയും. സ്വാതന്ത്ര്യം എന്നത് എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളതല്ല. എനിക്ക് എൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള അവകാശം നിലനിൽക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവരെ ബാധിക്കാതിരിക്കുവാനുള്ള ഒരു സാമാന്യ ബോധവും കൂടി ഉണ്ടാകണം. എന്നിട്ട് ഈ കാട്ടിക്കൂട്ടലുകൾക്ക് ശേഷം സമൂഹത്തിൽ എന്ത് ചലനമാണ് സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തെങ്കിലും നിയമങ്ങൾ ഇവിടെ മാറിയോ? ഇത് കണ്ടുനിന്ന ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ജീവിതശൈലി മാറിയോ? സമൂഹത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അനീതികൾക്ക് കുറവ് സംഭവിച്ചോ? ഒന്നുമില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? കുറച്ച് വൈറൽ ക്ലിപ്പുകൾ ഉണ്ടായി, സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. ധൈര്യശാലി എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാൻ ഗൗരി ലക്ഷ്മിക്ക് കഴിഞ്ഞു. പുരോഗമനമെന്ന അഹങ്കാര പ്രകടനത്തിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ കഴിഞ്ഞു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഈ പൊളിറ്റിക്സ് ന്യായീകരിക്കാവുന്നതാണോ എന്നുള്ളതാണ്. ന്യായീകരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഒരു പ്രത്യേക വേദിയിൽ പ്രായപൂർത്തിയായ, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ നടുവിൽ, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെ ചർച്ചയാക്കുന്ന ഒരു രാഷ്ട്രീയ വേദിയിൽ ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ ന്യായീകരിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ ആയിരക്കണക്കിന് കുട്ടികളും കുടുംബങ്ങളും ഉള്ള ഒരു പൊതു ആഘോഷ വേദിയിൽ ഇത്തരം പ്രകടനങ്ങൾ നടത്തുമ്പോൾ അതിനെ വിനോദ പ്രകടനം എന്നുള്ളതിനേക്കാൾ ഉപരി ആഭാസ പ്രകടനം എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. ഇത് പറയുമ്പോൾ ഞാനൊരു സ്ത്രീ വിരോധിയാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. പുരോഗമന വിരോധിയാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. പുരോഗമനം ജനങ്ങളെ ഞെട്ടിക്കുന്നതല്ല, അമ്പരപ്പിക്കുന്നതല്ല, പകരം അവരെ കൂടെ കൂട്ടുന്നതാണ്. നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണം.
അതങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ അത് പ്രതിഷേധമല്ല, സ്വയം പ്രകടനത്തിന്റെ ഒരു അഹങ്കാര രൂപം മാത്രമായി പര്യവസാനിക്കും. അതുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ, ചോദ്യങ്ങൾ ഉയരുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അടിച്ചമർത്തരുത്. കാരണം ചോദ്യങ്ങളില്ലാത്ത പുരോഗമനം അത് ജനാധിപത്യപരമല്ല. സ്ത്രീ സ്വാതന്ത്ര്യം ആവശ്യമാണ്, തീർച്ചയായിട്ടും. ബോഡി പൊളിറ്റിക്സ് പ്രധാനപ്പെട്ടതാണ്, സംശയമില്ല. പക്ഷേ പൊതു ഇടങ്ങളിൽ കുട്ടികളും കുടുംബങ്ങളും പങ്കിടുന്ന വേദിയിൽ അവരുടെ കൺസെന്റ് ഇല്ലാതെ ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്നത് അതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കുവാൻ കഴിയില്ല. പുരോഗമനം ആൾക്കാരെ അകറ്റി മാറ്റുന്നതല്ല, ഉൾക്കൊള്ളിക്കുന്നതാണ്. നിങ്ങൾ പറയുന്നത് അവരെ ചിന്തിപ്പിക്കണം, അല്ലാതെ അവരിൽ അസ്വസ്ഥത സൃഷ്ടിക്കരുത്. വയനാട്ടിൽ നടന്ന ഈ ഒരു സംഭവം കൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യ ചർച്ച നമ്മുടെ സമൂഹത്തിൽ തുടങ്ങി വെക്കപ്പെട്ടോ അതോ സമൂഹത്തിൽ തുണി ഉരിഞ്ഞെറിഞ്ഞവൾ എന്നുള്ള ട്രോളാണോ ഉണ്ടായത്? നിസ്സംശയം പറയാം, ട്രോള് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും രണ്ടും ഒന്നുമല്ല. പൊതുവിടം, ഒരു പബ്ലിക് പ്ലേസ്, അത് വ്യത്യസ്ത പ്രായക്കാർ, വ്യത്യസ്ത മാനസിക നിലവാരമുള്ളവർ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വിശ്വാസങ്ങൾ ഇതെല്ലാമുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. ഒരു 10 വയസ്സുകാരനും ഒരു 70 വയസ്സുകാരനും ഒരു കലാപ്രവർത്തകനും ഒരു സാധാരണ കുടുംബവും മതവിശ്വാസിയും യുക്തിവാദിയും പുരോഗമന ചിന്താഗതിക്കാരനും എല്ലാം ഒരേ സമയം ഒത്തുകൂടുന്ന വേദി. ഇവിടെയായിരുന്നോ ഈ ബോഡി പൊളിറ്റിക്സ് അവതരിപ്പിക്കേണ്ടിയിരുന്നത്? അതും പ്രേക്ഷകന്റെ കൺസെന്റ് ചോദിക്കാതെ. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. പ്രത്യേകിച്ച് വിയോജിപ്പുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുവാൻ മടിക്കരുത്. ഇത് നിശ്ചയമായും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.